യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവനെക്കുറിച്ചുള്ള ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷകനായ യേശു ഗലീലയിലെ നസറത്ത് എന്ന പട്ടണത്തിൽ വളരുകയാണ്. തൻ്റെ 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ്റെ കീഴിൽ യോർദാൻ നദിയിൽ സ്നാനമേറ്റ ശേഷം സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ വന്നിറങ്ങി. ആത്മാവ് നിറഞ്ഞവനായി 40 ദിവസം ഉപവസിക്കുകയാണ്. ആ ഉപവാസത്തിനൊടുവിൽ പിശാച് പരീക്ഷിക്കുകയും ആ പരീക്ഷകളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആത്മാവിൻ്റെ ശക്തിയോടെ യേശു ഗലീലയ്ക്ക് മടങ്ങി ചെല്ലുകയാണ്. ഗലീലയുടെ വിടുതലിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി ഗലീലയിൽ വളർന്നവൻ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നത് ആത്മാവിൻ്റെ ശക്തിയോടെയാണ്. അവൻ അധികാരമുള്ളവനായിട്ടാണ് ശുശ്രൂഷിച്ചത്. പ്രിയപ്പെട്ടവരെ, ദേശം വിടുവിക്കപ്പെടുവാൻ, ബന്ധിക്കപ്പെട്ടവർ വിടുവിക്കപ്പെടുവാൻ, പീഡിതർക്ക് സ്വാതന്ത്ര്യമുണ്ടാകുവാൻ നമുക്ക് ശക്തി ആവശ്യമാണ്. യേശു തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചത് ആത്മാവിൻ്റെ ശക്തിയോടെയാണ്. ദേശത്തെ ഉയർത്തുവാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവനെന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുമെന്നും പറയുവാനാണ് ദൈവം നമ്മെ സൂക്ഷിച്ചത്, ദൈവം നമ്മെ വിളിച്ചത്. നിശ്ചയമായും ദൈവത്തിന് നിങ്ങളെ നിറയ്ക്കുവാൻ പദ്ധതിയുണ്ട്. ശക്തി ധരിക്കണം, പ്രാർത്ഥനയിൽ പോരാടണം. നമ്മുടെ പിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അപ്പോസ്തലന്മാർ, അവർ മർക്കോസിൻ്റെ മാളികമുറിയിൽ പരിശുദ്ധാത്മാവിനായി കാത്തിരുന്നു. ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആത്മാവ് അവരുടെ മേൽ വെളിപ്പെട്ടു, ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. അവർ ഭയപ്പെട്ടിരുന്നവരായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ ധൈര്യപ്പെട്ടു. അവരാത്മാവിൻ്റെ ശക്തിയിൽ പ്രസംഗിക്കുവാൻ തുടങ്ങി. ആയിരക്കണക്കിന് ആളുകളാണ് വിടുവിക്കപ്പെട്ടത്. പ്രിയപ്പെട്ടവരിൽ, വിടുതൽ നിങ്ങളുടെ ദേശത്ത് സംഭവിക്കും. നിങ്ങൾ ശക്തി ധരിക്കുമെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ, കാത്തിരിക്കുമെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ നിങ്ങളുടെ ദേശത്ത് നിങ്ങൾക്ക് ശുശ്രൂഷിക്കുവാൻ, ജീവിക്കുവാൻ കഴിയുന്നുവെങ്കിൽ അതിൻ മൂലം ആയിരക്കണക്കിന് ആളുകൾ നിങ്ങളിലൂടെ വിടുവിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു ശുശ്രൂഷ ഈ തലമുറയിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കണം. അവിടെയാണ് വിടുതലിരിക്കുന്നത്. പീഡിതന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് വിടുതൽ, ബദ്ധന്മാർക്ക് വിടുതൽ, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യേശു ചെല്ലുകയാണ്. ഇന്നലകളിൽ ഗലീലയിലെ പള്ളിയിൽ വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. പതിവുപോലെ പുസ്തകം തുറന്ന് വായിക്കുകയാണ്. എന്നാൽ അന്ന് ആത്മാവിൻ്റെ ശക്തിയോടെ കടന്നു വന്ന പകൽ അവിടെ പിന്നെ കണ്ട ദൈവശക്തിയാണ്, വിടുതലാണ്. അതെ, അങ്ങനെ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട്. നിങ്ങളിന്ന് ശുശ്രൂഷിക്കുന്നുണ്ട്, പ്രബോധിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശു ആത്മാവിൻ്റെ ശക്തിയോടെ വന്നതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട്, ശക്തി ധരിച്ചുകൊണ്ട് ദേശത്തിലേക്ക്, ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ കടന്നുകയല്ല. ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി, ആത്മാക്കളുടെ വിടുതലിന് വേണ്ടി ദൈവകരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നൊരു പാത്രമായി ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കാത്തിരിക്കാം, ശക്തി ധരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽക്കാലം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.